കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, MLA. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. ഓ, ഇവനാ രമേശൻ? ഇവന് സാറിനോടൊന്ന് സംസാരിക്കണം. ഇങ്ങോട്ട് എന്തിനാണോ ഒരു പാവത്തിന് തല്ലി ചതയ്ക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട് പോട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെ ഇങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ? പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള നിന്റെ ഒരു പ്രകൃതി. ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാണോ? കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. പൗരസമിതി എന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളണം. MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യവിഷയങ്ങളല്ലേ. അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. SP വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്ത് SP സാറേ? ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചൂടിലെ ഷോപ്പിംഗ് മാളിലെ ആ പണി തീർന്നു വരുന്ന ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ, അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വിലക്കല്ലേ സാറേ? അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ അവൻ ആളിത്തിരി പെശക. പകരം ആരെ വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ പരിധിക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോൾ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ? ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനോട് ക്രീം ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാടാ? മീൻ വെട്ടാൻ. അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. പറഞ്ഞോടാ. ഒരു കൊട്ട തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതുകൊണ്ട് അടുക്കള സഹായത്തിനൊന്ന് വിളിച്ച. അതൊക്കെ പക്ഷെ കാക്ക കുളിച്ചാൽ എന്നുള്ള പ്രയോഗം. ഓ, അതൊരു തമാശ പറഞ്ഞല്ലേ സർക്കിളെ? എനിക്കറിയാം നിന്റെ മനസ്സിലൊരു വിഷമം. എന്തിന്? എനിക്ക് അല്പം ഗ്ലാമർ കൂടി കൊണ്ട് പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതിൽ. ഏത് പെണ്ണ നോക്കിയെന്നാ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടി, ഇന്നലെ നമ്മൾ കാറിൽ പോയപ്പോ ഓപ്പോസിറ്റ് വരുന്ന കാറിലെ പെണ്ണെ നോക്കുന്ന കണ്ടില്ലേ? ആ, അത് ഞാൻ കണ്ടു. അത് ഏട്ടൻ റോങ് സൈഡ് കയറിയപ്പോ ആ കുട്ടി എന്ത് തെറിയും വിളിച്ചോണ്ട് പോയതാ. ഒന്ന് പോടി. ഒക്കെ നിന്റെ വിഷമം മാറ്റാനുള്ള ഓരോ ന്യായീകരണങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെ സംശയിക്കരുത്. ഞാൻ ഒരിക്കലും പഴച്ചു പോവില്ല. ഒരു പെണ്ണ് മൈൻഡ് ചെയ്യാത്തന്റെ വിഷമല്ലേ? അല്ല, ഈ ട്രാഫിക്കിനെ പറ്റി നീ പറയരുത്. ലോക്കൽ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന പോലല്ല യന്ത്രങ്ങളുമായിട്ട് ഇടപാടാ ട്രാഫിക്കില്. ഹലോ, CA സാജൻ ജോസഫ്. SP ആടോ. സാർ, താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് സാർ. അടുക്കള ഡ്യൂട്ടിയിലാ. അല്ല സാർ, ഞാനിവിടെ പറഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ തനിക്കൊരു മാറ്റം ഉണ്ടാവും. അല്ല സാർ, അതിന് എന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല സാർ. ലോക്കലിലേക്കാടോ, ഈസ്റ്റ് CA ആയിട്ട്. അതേടോ. പിന്നെ ആ MLA ദത്തൻ സാർ വിളിച്ചു പറഞ്ഞോണ്ടാ ഇത് കിട്ടിയത്. എന്ന് വെച്ചാ ദത്തൻ സാർ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, അതങ്ങ് ചെയ്തേക്കണം. ശരി സാർ, താങ്ക് യു. എന്താ എനിക്ക് CA ആയിട്ട് ലോക്കലിലേക്ക്. അപ്പൊ ഏട്ടന്റെ ട്രാഫിക് ബ്ലോക്ക് മാറി. സാറേ, കൂളിംഗ് ഗ്ലാസ്. താങ്ക് യു. ഹലോ. നല്ല കണിയാ. സർക്കിൾ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. പറഞ്ഞു കൊടുക്ക്. നിന്റെ ഏട്ടന് ട്രാഫിക്കിന്ന് മാറ്റം വരാൻ പോന്നു, ഈസ്റ്റ് CA ആയിട്ട്. റിയലി? കള്ളന്മാരുടെ ബെസ്റ്റ് ടൈം.
ഞാനൊന്നും പറയണില്ല. എന്തായിട്ടാ ഇത്ര വലിയ ധൃതി? ഒരു പോലീസുകാരന്റെ ടെൻഷൻ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഇത് തന്നെ ഇന്നലെ കാലത്ത് കണ്ട കൃഷ്ണപുരത്തുകാരനും പറഞ്ഞത്. ഏത് കൃഷ്ണപുരത്തുകാരൻ? ഇന്നലെ ഒരു കക്ഷിയെ കിട്ടി. ഞാൻ ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റി ഷോയില്. സാധാരണ എല്ലാരും ക്യാമറ കണ്ട ഇടിച്ചു തള്ളി വരാനല്ലേ ഏട്ടാ നോക്കുക. ഇയാളിത് രക്ഷപ്പെടാൻ നോക്കുന്നു. ഞാൻ വിടുവോ? നീ എന്നല്ല, ഈ ചാനലുകാർ ആരെയും വിടില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ സൗന്ദര്യമുള്ളവർ. ഈ കഴിഞ്ഞ ആഴ്ച ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിയോട് വിളിയായിരുന്നു. ഒറ്റ അടിച്ചു വെച്ചോ. നീ പറ. എനിക്ക് അയാളുടെ ഫിലോസഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞങ്ങളുടെ ചാനൽ ഹെഡിനും. ഏട്ടാ അയാള് പറയാ, സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ദുഃഖവും പ്രശ്നവും ഉള്ളവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലമാണ് അത്ര. ഹലോ ഏഞ്ചൽ. അതെന്റെ പുതിയ ലൈനാ. ഇവന് ലൈനോ? എടാ, ഇത് ഞാനാ പപ്പൻ. എന്താടാ? ആകെ പ്രശ്നമാടാ. നീ സ്ഥലത്തിലെന്നറിഞ്ഞ് സദാനന്ദ മുതലാളി എന്റെ അടുത്ത് വന്ന് ബഹളം വെച്ചു. കാശ് ഉടനെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോടൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കുമെന്ന് അങ്ങനെ പറയുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. നീ കാശിന് വേണ്ടിയാ പോയിരിക്കുന്നതെന്നും ഉടനെ എത്തുമെന്നൊക്കെ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു പറഞ്ഞു. അതുകൊണ്ടൊന്നും മുതലാളി സമ്മതിക്കുന്നില്ല. അതിരിക്കട്ടെ, നീ വലിയേട്ടനെ കണ്ടോ? കണ്ടു, പക്ഷെ അത് നടക്കില്ലടാ. ഞാൻ തിരികെ പോരുക. നീ എന്താ ഈ പറയണേ? അപ്പൊ കാശ് കിട്ടില്ലെന്നാണോ? കിട്ടും. അയാൾക്കൊപ്പം കൂടിയാ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. പക്ഷെ അതൊന്നും നേരായ വഴിക്കുള്ളതല്ലടാ. മനസാക്ഷിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വയ്യ. എടാ, നാടോടുമ്പോ നടുവേ ഓടണം. മനസാക്ഷി സത്യവും നീതിയൊന്നും അല്ല. ഇപ്പൊ വലുത് 10 ലക്ഷം രൂപയാ. കാശില്ലെന്നറിഞ്ഞ മുതലാളി കേസ് കൊടുക്കും. നീ അറസ്റ്റിലാവും. കള്ളനെന്ന പേര് വീഴും. പിന്നെ നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളുടെ കല്യാണം വരെ മുടങ്ങും. അങ്ങനെ വന്ന അമ്മയുടെ അവസ്ഥ. അല്ല, വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശും കൊണ്ട് വന്നേ പറ്റൂ.